ഇത് നമുക്ക് കല്യാണ വീട്ടിൽ പാർട്ടികൾക്കൊക്കെ വിളമ്പുന്ന പുലാവ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യ്. ഇതിപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ചെറിയ 3 പീസ് പട്ട ഇട്ട് കൊടുക്കാം. അതുപോലെ 6 ഏലയ്ക്ക, 6 ഗ്രാമ്പൂ. ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിയില എരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പുതിനയില എരിഞ്ഞത്. പിന്നെ 2 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ എരിഞ്ഞത്. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ മീഡിയം സൈസ് വലിപ്പമുള്ള ലെമണിൻ്റെ പകുതി അതും കൂടെ പിഴിയാം. ഇതിലോട്ട് 2 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഈ റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിട്ടിട്ട് അടച്ചു വെക്കാം. ഇപ്പോൾ റൈസൊക്കെ പകുതി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിലോട്ട് ഈ ക്യാരറ്റും ബീൻസും അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ലോ ഫ്ലെയിമിൽ വെക്കാം. ഇപ്പോൾ റൈസൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് ദം ചെയ്യാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഏറ്റവും അടിയിലിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തത്. ഇനി റൈസ് നിരത്തി കൊടുക്കാം. ഒരു 3 ലെയറായിട്ടൊക്കെ നിരത്താം. കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കാഷ്നട്ട് വന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കാം. പിന്നെ കുറച്ച് പൈനാപ്പിൾ, 1/2 ടീസ്പൂൺ നെയ്യ്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം. ഇതിൻ്റെ കൂടെ നല്ലൊരു ചിക്കൻ റോസ്റ്റാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.